ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. നകുലൻ ക്രൂരനായ ആ കാരണവരും. ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ്. അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും. രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും. അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട്. അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ്. പക്ഷെ ആ കോഡുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു പോവില്ല. എന്നുവെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും. അതായത് മുഴുഭ്രാന്തി. പഴയ ഗംഗയ്ക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ആ രോഗഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നകുലിനെ ഏത് നിമിഷം വധിക്കപ്പെടും, ഗംഗ ആത്മഹത്യയും. എനിക്ക് നകുലിനെങ്കിലും രക്ഷിക്കണം. അപ്പൊ ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലയ്ക്ക് കൊടുക്കണം. നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യയും. ഒരു മരണം അതൊഴിവാക്കാനാവില്ല. അവരിൽ ഒരാളെ എന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ? ഗംഗ സ്വബോധത്തോടെ ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ. സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെട്ടെ. ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എന്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അതറിയിക്കാൻ പോവുകയാണ്. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാൻ ഒരുങ്ങുകയാണ്. നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. ഇന്ന് പറയണം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത്. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം. വെക്കോളൂ. പോവാ. ഈ ഒരു സീൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? റീൽ ചെയ്യും എല്ലാരും. അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. അന്ന് ഈ സിനിമ ഇറങ്ങിയ കാലം മുതൽ എപ്പോ നോക്കിയാലും ഇതിന്റെ സീന. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்ட.
ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗേ ഗംഗേ നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നകുലേട്ടാ, എനിക്കെന്താ നകുലേട്ടാ? നിനക്കൊന്നുമില്ല. ഉണ്ട്, എനിക്കെന്തോ ഉണ്ട് നകുലേട്ടാ. ഗംഗേ, നിനക്കൊന്നുമില്ല ഗംഗേ. നീ കരയാതെ. നകുലേട്ടാ, എന്നെ വെറുക്കല്ല നകുലേട്ടാ. ഗംഗേ, ഗംഗേ, ഗംഗേ. എന്നെ വെറുക്കല്ല നകുലേട്ടാ. ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഗംഗേ, നകുലേട്ടാ, നിനക്കെന്താ വേണ്ട? ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ.